വയനാടൻ അട്ടയുടെ കടിയും വാങ്ങിക്കൊണ്ട് നമ്മൾ പോയത് ബാണാസുര ഹിൽസിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, അതായത് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് ബാണാസുര ഹിൽസും അതിനോട് ചേർന്നുള്ള ഡാമുമാണ് ഇവിടെ കാണാനുള്ളത്. അതിന് ചുറ്റും വയനാടിൻ്റെ സൗന്ദര്യം നമുക്ക് ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്ലേസ് ഇല്ല. അതായത് 40 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളിവിടെ കുറേ നടക്കാനുണ്ട്. കുറച്ച് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് പ്രകൃതി സൗന്ദര്യം ഇത്രത്തോളം, അതായത് ആ കുന്നുകളും ഡാമും അതിനോട് ചേർന്നുള്ള അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാൻസും എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ്, സിപ്പ് ലൈന്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് പാർക്ക് എല്ലാം തന്നെ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോടാണ് അവിടെ എത്തിച്ചേർന്നത്. ആ ടൈമായിരുന്നു ബെറ്റർ. അതായത് കോടയും അതുകൊണ്ട് തന്നെ നല്ല ഇളം കാറ്റ്, അതായത് നല്ല തണുപ്പും എല്ലാം കൂടെ ചേർന്നൊരു സമയം. അതായത് കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് വയനാട്. വയനാട്ടിലുള്ളതിൽ ടൂറിസം മേഖലയിൽ നമ്പർ 1 ആണ് ബാണാസുര. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു നമ്മൾ ചെന്നപ്പം കണ്ടത്. ഞാനും എൻ്റെ കുഞ്ഞിനും എല്ലാം കൂടെ അവിടെ ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു.